ബീഹാറിൽ ഇപ്പോൾ നടക്കുന്ന യാത്ര പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാൻ പറ്റുമോ എന്നറിയില്ല. പ്രതിപക്ഷത്ത് ഇരിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷം. രാഹുൽ ഗാന്ധിയുടെ യാത്രകളെല്ലാം പരാജയപ്പെട്ടതാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഈ ചെപ്പടി വിദ്യകൾക്ക് മുന്നിൽ മുട്ടുമടക്കി കൊടുക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാം. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും കുപ്രചരണങ്ങളെല്ലാം ജനം തള്ളിക്കളയുമെന്നൊരു സംശയമില്ല. തുടങ്ങാല്ലേ? ഹര ഹരോ ഹര. 293 എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ, പാർലമെന്ററി ജനാധിപത്യത്തിൽ വലിയ സീറ്റ് തന്നെയാണ് ഒരു മുന്നണിയെ സംബന്ധിച്ച്. ഞാൻ അതല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രതീതി എന്ന് പറയുന്നത് 400 കടന്ന് 435 കുതിക്കുന്നു എന്ന മട്ടിലാണ്. രാഹുൽ ഗാന്ധിയുടെ 2 യാത്രകളാണ് അതിന് ഇന്ധനം പകർന്നത്. പ്രതിപക്ഷത്തിന് തിരിച്ചുവരവിന് കോൺഗ്രസ് ഇന്ന് 100 MP പാർട്ടിയാണ്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് പ്രതിപക്ഷത്തിരുന്നോട്ടെ, അത് തന്നെ ഞങ്ങൾ പറയുന്നുള്ളൂ. ആ ഇന്ധനം ബീഹാറിലും ഇപ്പോൾ നടക്കുന്ന യാത്ര പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാൻ പറ്റുമോ എന്നറിയില്ല. പ്രതിപക്ഷത്ത് ഇരിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷം. അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ, ഇവരെല്ലാം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണയെല്ലാം യാത്ര നടത്തി BJP തന്നെയാണ് ഭരണത്തിൽ വന്നതും അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുകയും ചെയ്തു. ബീഹാറിലെ ഈ യാത്രയും അവരെ പ്രതിപക്ഷത്തിരുത്തും എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. ഇതുവരെയുള്ള അനുഭവം അതാണ്. ഇതും അങ്ങനെ ആയിക്കോട്ടെ, അത് തന്നെയാണ് ഞങ്ങളും ആവർത്തിച്ച് പറയുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ബീഹാറിലാണ് ശരിക്കും ജനാധിപത്യത്തെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച് കോൺഗ്രസിൻ്റെ ഒരു കുടുംബത്തിലൊരാൾക്ക്, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് സംസാരിക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥലം എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം ഭരണഘടനയെയും അതുപോലെ തന്നെ ജനാധിപത്യത്തെയും ഒക്കെ ചവിട്ടിമെതിച്ച ഒരു സംഭവം രാജ്യത്തുണ്ടാകുന്ന അടിയന്തരാവസ്ഥ, അതിൻ്റെയൊക്കെ പ്രക്ഷോഭ കാലഘട്ടങ്ങളുടെ തീവ്രമായ ഏടുകൾ എഴുതി ചേർത്ത സ്ഥലമാണ് ബീഹാർ. അപ്പോൾ ബീഹാറിൽ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് ആരാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തത്, ആരാണ് ഭരണഘടനയെ ചോദ്യം ചെയ്തത്, ആരാണ് ജനാധിപത്യ അവകാശങ്ങളൊക്കെ ധ്വംസനം നടത്തിയത് എന്നൊക്കെ മനസ്സിലാക്കാൻ, ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഇടം കൂടിയാണ് ബീഹാർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് ഇവിടെ എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി ഉയർന്നു വരുമോ? കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി അദ്ദേഹവും പറഞ്ഞു, രാഹുൽ ഗാന്ധി ഒരു ലീഡറായി മാറാൻ പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആളുകൾ അണിനിരക്കുകയാണ്. കഴിഞ്ഞ സമരങ്ങളെപ്പോലെ, കഴിഞ്ഞ പ്രക്ഷോഭങ്ങളെ പോലൊന്നും അല്ല, അദ്ദേഹം ഇന്ന് ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇദ്ദേഹം ഇത് അസ്തമിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തിന് ശേഷം ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഇവർ പറയും രാഹുൽ ഗാന്ധി വീണ്ടും അടുത്തൊരു പരിപാടിയിൽ ഉയർന്നു വരും. ഞാനത് പറയാൻ കാര്യം, ഇതിനു മുമ്പ് നടന്ന എല്ലാ പ്രക്ഷോഭ പരിപാടികളിലും രാഹുൽ ഗാന്ധി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ആവർത്തിച്ച് ബീഹാറിൽ കണ്ണിൽ പൊടിയിട്ട് ജയിക്കാം എന്നവർ പറയുന്നത് അസ്തമിക്കാൻ പോവുകയാണ്. അങ്ങനെ സംഭവിക്കാനും പോകുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ യാത്രകളെല്ലാം പരാജയപ്പെട്ടതാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ യാത്ര പരാജയപ്പെട്ടതാണ് എന്ന് ബോധ്യമാവുന്ന എവിടെയെന്നറിയാമോ? ഇത്തരം യാത്രകൾ തുടങ്ങുമ്പോൾ കോൺഗ്രസിന്റെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിനിധികൾ പറയുന്നത് ആവർത്തിച്ച് കേട്ടാൽ മതി. രാഹുൽ ഗാന്ധി ഇതുവരെ നടത്തിയ യാത്രകൾ പോലെ അല്ല എന്നാണ് അവർ പറഞ്ഞു തുടങ്ങുക. എങ്ങനെയാണ് ഇപ്പോൾ നടത്തുന്നത്? എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് വലിയ മുന്നേറ്റമാണ് എന്നവർ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? ഇതുവരെ നടത്തിയതെല്ലാം പരാജയമായിരുന്നു എന്നവർ പറയാതെ സമ്മതിക്കുകയും ഇനി ഞങ്ങൾ വിജയിക്കുമെന്ന് ശുഭപ്രതീക്ഷ വച്ച് പുലർത്തുകയുമാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്? ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ജനങ്ങളെ അഭിമുഖീകരിച്ച്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട്, ജനങ്ങളെ ശരിയായ രീതിയിൽ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ ചെപ്പടി വിദ്യകൾക്ക് മുന്നിൽ മുട്ടുമടക്കി കൊടുക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പരമശിവം സ്പിരിറ്റ് എടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുപോലെ പല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാം. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും കുപ്രചരണങ്ങളെയെല്ലാം ജനം തള്ളിക്കളയുമെന്നുള്ളൊരു സംശയം. 2 മുന്നണിയുടെ പ്രത്യേകത എന്താണ്? ഒറ്റയ്ക്ക് നിന്നാൽ ഭരിക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് എല്ലാവരും ഒരുമിച്ച് കൂടി എതിർക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമാണ്. ഗാലറി നമുക്ക് എതിരാണല്ലോടാവേ. അതിനെ ഞങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനെ അതിജീവിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു മുഖ്യമന്ത്രി BJP ഇതുവരെ ഹിന്ദി ഹൃദയഭൂമിയിൽ അവതരിപ്പിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു BJP മുഖ്യമന്ത്രി ഇല്ലാത്ത സംസ്ഥാനമാണ് ബീഹാർ. BJP അവിടെ തനിച്ചു നിന്നാൽ ജയിക്കോ? ഇല്ല. പഴയ 2 സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ, LJPയുടെ രാംവിലാസ് പാസ്വാന്റെ LJPയുടെയും നിതീഷ് കുമാറിന്റെയും തോളിൽ 2 തോളിലും കൈവച്ചിട്ടേ BJPക്ക് അവിടെ നിൽക്കാൻ പറ്റൂ. കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ.
കോൺഗ്രസ് മുന്നണി ഇല്ലാതെ ഒറ്റയ്ക്ക് ജയിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? അല്ല, കോൺഗ്രസിനെ പറയൂ, കുറിച്ച് ഒരെണ്ണം മുന്നണി- പറയൂ. ആളുകളെല്ലാം കൂടെ കൂട്ടി ഒരെണ്ണം കോൺഗ്രസ് പറയൂ, ഒരൊറ്റ മുന്നണി സംസ്ഥാനം ഉണ്ടാക്കിയില്ലേ? പറയൂ. അല്ല അഭിലാഷ്, ഒരൊറ്റ സംസ്ഥാനം പറയൂ. അല്ല, കോൺഗ്രസ് മുന്നണി ഇല്ലാതെ സംസ്ഥാനം ഭരിക്കുന്ന പറയൂ. സംസ്ഥാനം ഇല്ല. അതല്ല ഇവിടുത്തെ വിഷയം. ഞങ്ങളുണ്ട്. താങ്കളുടെ ഞങ്ങൾക്കുണ്ട്. വാദത്തിന് ഞാൻ മറുപടി പറഞ്ഞതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്കുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് ചെയ്യരുത്. ഇവിടെ നിന്ന് മതിയാ എന്താ നിർത്തിയ തല്ലണ ഇനി തല്ലണ കർണാടകയിൽ മുന്നണിയൊക്കെ ഉണ്ട് അവർക്ക്. ഇപ്പോഴാണ് മാറി മുന്നണി രാഷ്ട്രീയത്തിന്റെ SDPI ഉൾപ്പെടെയുള്ള മുന്നണി ഉണ്ടായിരുന്നു. SDPI ഉൾപ്പെടെയുള്ള മുന്നണിയുണ്ട്. നൗഷാദ്, SDPI ഉൾപ്പെടെയുള്ള മുന്നണിയുണ്ട്. കർണാടകയിൽ SDPI ഉൾപ്പെടെയുള്ള മുന്നണിയുണ്ട്. SDPI ഉൾപ്പെടെയുള്ള മുന്നണിയുണ്ട്. അല്ല SDPI ഉൾപ്പെടെയുള്ള മുന്നണിയുണ്ട് കർണാടക. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ഒരു പാർട്ടി തനിയെ ജയിക്കുന്ന കാലം പതിറ്റാണ്ടുകളായി ഇല്ല. അതൊരു അടിസ്ഥാനപരമായ വസ്തുതയാണ്. നിതീഷ് കുമാറിന് അവിടെ തന്നെ ജയിക്കാൻ കഴിയില്ല. BJPക്ക് ഇതുവരെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് വളരെ കാലമായി അധികാരത്തിന് പുറത്താണ്. നിങ്ങൾ NDA മത്സരിക്കുന്നത് പോലെ അവിടെ ഇന്ത്യ മുന്നണി മത്സരിക്കുന്നത്. എന്റെ ചോദ്യം ഞാൻ പറയുന്നത്, ഈ പറയുന്ന ആളുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടേണ്ട സാഹചര്യം. ഇവര് പറഞ്ഞല്ലോ, ബെത്ത വൈരികളായിരുന്ന ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടാനുള്ള സാഹചര്യം രാജ്യത്തുണ്ടായി. പ്രധാനപ്പെട്ട കാരണം എന്താണ്? ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹം BJPയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ വോട്ട് ഭിന്നിച്ചു പോയിരിക്കാൻ എല്ലാവരെയും കൂട്ടിവെച്ച് മത്സരിപ്പിക്കുന്നു. അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിച്ചു. അവർ പല സ്ഥലത്തും അത് മുന്നോട്ട് കൊണ്ടുപോയതാണ്, പരാജയപ്പെട്ടതാണ്. NDA എന്ന നിലയിലാണ് BJP ബീഹാറിൽ മത്സരിക്കുന്നത്. ആ BJP അവിടെ വിജയിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമില്ല. രാഹുൽ ഗാന്ധിയുടെ യാത്ര മാത്രമായി കേരളത്തിൽ ചർച്ച ചെയ്യുന്നു. കോൺഗ്രസിന് ആളെ കിട്ടാത്തത് കൊണ്ടാണോ? രാഹുൽ ഗാന്ധി മാത്രമല്ല ഈ യാത്ര നയിച്ചത്. ശരി, കൂടെ ഒരാളുകൂടെ ഉണ്ടായിരുന്നു, പേര് ചർച്ച ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അല്ല, രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ദീപാങ്കർ ഭട്ടാചാര്യയും എല്ലാം ഈ യാത്രയുടെ മുഖമായിട്ടുണ്ട്. കേരളത്തിൽ കൂടുതൽ പ്രസക്തം രാഹുൽ ഗാന്ധിയാണല്ലോ. രാഹുൽ ഗാന്ധി തുടങ്ങിയ യാത്രയുമാണ്. ഗാന്ധി കൊളുത്തിയ അഗ്നി പൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും മാറ്റേണ്ടി വന്നു. എത്രമാത്രം ക്ലാരിറ്റി അവർക്കുണ്ടായിരിക്കും? ഒന്ന് ഇവിടെ സൂചിപ്പിച്ചു, ക്ലാരിറ്റി സുപ്രീം കോടതി ഇടപെട്ട് വരുത്തിയതാണ്, സ്വമേധയാ ഉണ്ടായതല്ല. അവർക്ക് അത്രയും കോൺഫിഡന്റ് ആയിരിക്കും. നിങ്ങൾ വീണ്ടും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കൊണ്ടുവരൂ, ആധാർ വെച്ചിട്ട് നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ ചേർക്കാനുള്ള അവസരം തരാം, അന്തിമ വോട്ടർ പട്ടിക വരുന്നതുവരെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ എന്താണ് നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു. ഒന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യം പോലെയാണോ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്നും ആളുകൾ പുറത്തായപ്പെട്ടിട്ടുള്ളത്? എനിക്കിപ്പോൾ കിട്ടിയ വിവരം വെച്ചിട്ട് 17,549 കോൺഗ്രസിന്റെ BLA-മാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ. ഞാൻ പറഞ്ഞതല്ലേ അവനെ നിസ്സാരനായിട്ട് കാണരുത്, ബുദ്ധിപൂർവ്വം നേരിടണമെന്ന്. അതിനെവിടുന്നാടോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ. 17,549 12ഓളം അംഗീകൃത ബീഹാറിലെ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ അതിൽ പങ്കാളികളായിരുന്നു. ഇത്രയും പേരടങ്ങുന്ന ഒരു വലിയ ടീമാണ് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോയത്. ഈ ഘട്ടങ്ങളിൽ ഒന്നും രാഹുൽ ഗാന്ധിയോടോ അവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കൾക്കോ ഒരു പരാതിയും പറഞ്ഞിരുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് ഇത്രയും പേർ ബൂത്ത് BLA-മാരുണ്ടായിരുന്നു, അവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ലേ? അവരെന്തുകൊണ്ട് അത് അപ്പോൾ പറഞ്ഞില്ല? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞില്ല. അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയില്ല. ഇനിയും ഞാൻ പറയുന്നത് അത് അവസാനിച്ച ഒരു അധ്യായമായിരുന്നില്ല. ഇന്നലെ മുതൽ ഇന്നുവരെയും പരാതി കൊടുക്കാനുള്ള സാഹചര്യം നേരത്തെ തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടല്ല കേട്ടോ, അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ. നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്നു ആഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 1 വരെ അതിനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. വീണ്ടും ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ പറഞ്ഞു അത് വീണ്ടും തുടർന്നു നീട്ടിക്കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം ക്ലാരിറ്റി ഈ കാര്യത്തിൽ അവർക്കുണ്ടായിരിക്കും. ഇനി അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?